നിയമ ഭേദഗതി, കാർബൺ ഫണ്ട്, ഇവ രണ്ടും തമ്മിലുള്ള ബന്ധമെന്താണ്? കേരള വന നിയമത്തിലെ പുതിയ ഭേദഗതി സൃഷ്ടിക്കുവാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ? അധികമാരും അറിയാതെ പോകുന്ന ഇന്റർനാഷണൽ കാർബൺ മാർക്കറ്റ് കേരളത്തിലെ മലയോര കർഷകരെ സാരമായി ബാധിക്കുന്നതെങ്ങനെ? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു. കർഷകരെ കുടിയിറക്കുവാൻ നിർബന്ധിക്കുന്നത് ആര്? കാർബൺ മാർക്കറ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് കാർബൺ ക്രെഡിറ്റ് എന്താണെന്നറിയണം. ആഗോള താപനവും ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ പുറന്തള്ളലും വ്യാപകമായതോടെ ഭൂമിയെ സംരക്ഷിക്കുക, കാർബൺ ഡയോക്സൈഡിന്റെയും മറ്റ് ഹരിതഗ്രഹ വാതകങ്ങളുടെയും പുറന്തള്ളൽ നിയന്ത്രിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് 1997 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വരുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ഭാഗമായാണ് കാർബൺ ക്രെഡിറ്റ് കൊണ്ടുവന്നത്. കാർബൺ ക്രെഡിറ്റിനെ ഒരു ATM കാർഡുമായി ഉപമിക്കുകയാണെങ്കിൽ ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കാർബൺ വിൽക്കുവാനും അതുപോലെ കാർബൺ പുറന്തള്ളുവാനുമുള്ള പെർമിറ്റുമായി ഉപയോഗിക്കാം. ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു പെർമിറ്റ് കാർഡാണ്. ഒരു കാർബൺ ക്രെഡിറ്റിന്റെ വാല്യൂ 1 ടൺ കാർബൺ ആണ്. അതായത് 1 ടൺ കാർബൺ ഡയോക്സൈഡ് ഭൂമിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന വനവൽക്കരണ പദ്ധതിയിൽ നിങ്ങൾ പങ്കാളിയാവുകയാണെങ്കിൽ ഒരു കാർബൺ ക്രെഡിറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അത് ആവശ്യമുള്ളവർക്ക് വിൽക്കുകയും ചെയ്യാം. ഇനി ഒരു കാർബൺ ക്രെഡിറ്റ് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മൂല്യമനുസരിച്ചുള്ള കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ആരാണ് കാർബൺ ക്രെഡിറ്റ് വാങ്ങുന്നത്? ആർക്കാണ് ഇത്രയധികം കാർബൺ പുറന്തള്ളേണ്ടത്? ഇത് ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര കമ്പനികളാണ്. വ്യാവസായിക രംഗത്ത് വൻതോതിലാണ് കാർബൺ പുറന്തള്ളുന്നത്. 1965 മുതലുള്ള കണക്കെടുത്താൽ സൗദി അറേബ്യ ആസ്ഥാനമായുള്ള എനർജി ആൻഡ് കെമിക്കൽസ് കമ്പനിയായ സൗദി അർമാക്കോ പുറന്തള്ളിയത് 59.26 ബില്യൺ ടൺസ് ഓഫ് കാർബൺ ആണ്. ഷെവ്രോൺ, ഗാസ്പ്രോം, എക്സോൺ മൊബിൽ തുടങ്ങി നിരവധി കമ്പനികൾ ബില്യൺ ടൺസ് ഓഫ് കാർബൺ ആണ് വർഷാവർഷം പുറന്തള്ളുന്നത്. നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ കാർബൺ പുറന്തള്ളൽ രൂക്ഷമായതോടെ ഒരു ബദൽ ആശയമായിട്ടാണ് കാർബൺ പുറന്തള്ളാൻ പെർമിറ്റ് എടുക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതനുസരിച്ച് 1 ടൺ കാർബൺ പുറന്തള്ളണമെങ്കിൽ 1 ടൺ കാർബൺ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണം. ഈ കമ്പനികൾക്ക് ഇത് സാധ്യമല്ലാതെ വന്നതോടെ കാർബൺ ക്രെഡിറ്റ് വാങ്ങിച്ചു കൂട്ടുവാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് കാർബൺ നിയന്ത്രണാതീതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മറുവശത്ത് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. വ്യക്തികളിൽ നിന്നോ ഗവൺമെന്റുകളിൽ നിന്നോ ഗവൺമെന്റ് ഇതര ഓർഗനൈസേഷനിൽ നിന്നോ ഇത് ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ സാധിക്കും. അമേരിക്ക, ചൈന, റഷ്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ പുറന്തള്ളുന്നത്. ഇനി ഇതെങ്ങനെ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ ബാധിച്ചു എന്ന് നോക്കാം. പശ്ചിമഘട്ട മലനിരകളാലും വനസമ്പത്താലും കേരളം സമ്പുഷ്ടമാണ്. കാർബണിനെ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്നതും വനങ്ങളാണ്. 2023 മെയ് 13 ബിസിനസ് സ്റ്റാൻഡേർഡ് പുറത്തുവിട്ട വാർത്തയിൽ കേരളത്തെ 2050 കാർബൺ ന്യൂട്രൽ ആക്കുവാനുള്ള വേൾഡ് ബാങ്കിന്റെ താൽപര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എനർജി ട്രാൻസ്മിഷൻ കമ്പനിയായ ട്രാൻസ്മിഷൻ BC 15 കോടി രൂപയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് കേരളത്തിലെ കാർബൺ എമിഷൻ നിയന്ത്രിക്കുന്നതിനായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി 1.5 ബില്യൺ ലോണാണ് വേൾഡ് ബാങ്ക് അനുവദിച്ചിരിക്കുന്നത്. കാർബൺ എമിഷൻ കുറയ്ക്കുവാൻ വനപ്രദേശം വർദ്ധിക്കുന്നതോടെ കാർബൺ ക്രെഡിറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കാം. കേരളത്തിൽ ഒരാൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ ലഭിക്കുക 10 ലക്ഷമാണെങ്കിൽ വനാതിർത്തിയിൽ നിന്നും വീടും സ്ഥലവും വിറ്റൊഴിഞ്ഞു പോയാൽ കൊടുക്കുക 15 ലക്ഷമാണ്. ഇതിനുള്ള പണം എവിടെ നിന്നാണ്? ഈ ജനത്തെ എന്തിന് അവരുടെ മണ്ണിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്നു? ഇനി മറ്റൊരിടത്ത് പോയി നേടി ജീവിക്കാൻ എന്നിൽ പ്രാപ്തിയുണ്ടോ? റാവെന്ന് പറഞ്ഞ് ഈ 15 ലക്ഷം അല്ലെങ്കിൽ ഇത് തരാന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ പോയി കിടക്കും? ഞങ്ങൾ എവിടെ പോയി കിടക്കും? എന്നെ കൊണ്ട് ഇനി തേണിക്കാൻ കഴിവുണ്ടോ ബ്രാവേ? ഇല്ലല്ലോ. എനിക്ക് ഇനി 6 അടി മണ്ണ ഞാൻ ഇനി ആവശ്യപ്പെടുന്നു. എന്നാലും തേണിക്കാൻ പറ്റും. അതുവരെ കിടക്കണ്ടേ? ഈ ലോകം പിരിയുന്നവരെ കിടക്കണ്ടേ? വാടക വീട് 2000 രൂപ ഒരു മാസം മരുന്നിന് വേണം. ഒരു പെൻഷൻ പോലും ഞങ്ങൾക്ക് തന്നില്ല. 7 മാസം കഴിഞ്ഞു. ഞങ്ങൾ പാവങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? പിതാവ് പറഞ്ഞേ എനിക്കിങ്ങനെ നിൽക്കും തന്നെ എനിക്ക് സുഖമില്ലാത്ത ആളാണെന്ന്. ഇതിങ്ങനെ കണ്ടപ്പോ ഇന്നലെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നോട് ഒന്നും പറയരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടേക്ക്. എന്നാലും ഇപ്പൊ എനിക്ക് പിതാവിനോട് പറയാതെ ഇരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പറയണ. ഞങ്ങളുടെ അവസ്ഥയോടെ ചിന്തിക്കണം.
ഏരിയയിലേക്ക് വനത്തിക്കൂടെ വന്ന് തീയിട്ടിട്ട് പോയി. ഇതിവിടെ എന്ത് സംഭവിച്ചെന്നൊന്ന് അന്വേഷിച്ചോ? ഒന്നില്ലല്ലേ? അന്നില്ല, വന്നില്ല. പോലീസുകാർ വന്നില്ല. ഈ അഞ്ചനത്തില്ല. അതേസമയം ആനിക്കെട്ടൂരെ ഏറ് കൊടുത്താൽ ഇവിടെയുള്ള ചെറുപ്പക്കാർ പിള്ളേര് കാനരയിൽ നിൽക്കുവോ? ഒറ്റെണ്ണത്തിന് കൊടുക്കുവോ? ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ ഒരു അണ്ടർഗ്രൗണ്ട് പരിപാടി നടക്കുന്നുണ്ട്. തട്ടേക്കാട് അക്കരെ ഭാഗത്ത് പല ചെറിയ വീടുകളെ സമീപിച്ച് 5 ലക്ഷം രൂപ മേടിച്ചിട്ട് അവരെ ഒഴിവാക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് 15 ലക്ഷം രൂപ വരെ കൊടുക്കുന്നതാണ് പറയണത്. ഇപ്പോൾ 2 ഏക്കർ 3 ഏക്കർ റബ്ബർ പ്ലാന്റ് ഉള്ള ഒരാൾക്ക് ഈ 15 ലക്ഷം രൂപ കൊണ്ട് ഒഴിവായി പോകാൻ പറ്റില്ല. പട്ടയുള്ള ഭൂമിയാണെങ്കിലും ഇപ്പോൾ അവർ ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ഈ ചങ്ങാടത്തിൽ വരുന്നത്, ഇന്ന് ഈ ലോകം ഇത്ര ടെക്നോളജി ഭയങ്കരമായിട്ട് വികസിച്ചിരിക്കുന്നതാണ്. ഇപ്പോഴും പ്രാകൃതമായ രീതി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചങ്ങാടത്തിൽ ഈ കഴ കൊണ്ട് ഊന്നി ഇക്കരെ കടന്ന് വരിക. ഞാനൊരു 28 വർഷമായി ഇവിടെ സ്ഥലം വാങ്ങിച്ച് വരുമ്പോൾ അന്ന് ഒരു വഞ്ചിയലാണ് ഇപ്പുറം കടന്നുകൊണ്ടിരുന്നത്. 28 വർഷം കൊണ്ട് ഒരു വഞ്ചിയിൽ നിന്നൊരു ചങ്ങാടത്തിൻ്റെ പുരോഗതി മാത്രമേ ഈ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ. ഈ കല്ലേരിമേട് മാത്രമല്ല, ഈ ഭാഗത്ത് കുഞ്ചിപ്പാറയുണ്ട്, തലവച്ചപ്പാറയുണ്ട്, ഉറിയംപെട്ടിയുണ്ട്, ഇങ്ങനെ വാരിയുണ്ട്, തേരയുണ്ട്. ഒത്തിരി വളരെയധികം കുടികളുണ്ട് ഇവിടെ. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ 2 തരത്തിൽ ഗവൺമെൻറ് കാണുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ആദിവാസി കുടികളിൽ കറണ്ട് കൊടുക്കാം. ഈ റോഡിൽ കൂടെ പോകുന്ന കറണ്ട് ഇവിടുത്തെ 200 വീട്ടുകാർക്ക് ഗവൺമെൻറ് കൊടുക്കില്ല. എറണാകുളം ജില്ല സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ലയാണെന്നും പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി അവാർഡ് കൊടുത്തു. പക്ഷേ അന്നും ഈ പറയുന്ന കുടികളിൽ ഏകദേശം ഒരു 2000-ഓളം കുടുംബങ്ങളിൽ വൈദ്യുതി എത്തിയിട്ടില്ല. ഇന്നും ഈ കല്ലേരിമേട്ടിൽ എത്തിയിട്ടില്ല. മനുഷ്യർ 2 തരത്തിലുള്ള പൗരന്മാരാക്കിയാണ് ഇവർ കാണുന്നത്. ഇത് രാഷ്ട്രീയ നേട്ടമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാ ഇലക്ഷൻ വരുമ്പോൾ മാത്രം പട്ടയം ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് ഒരു ബോർഡൊക്കെ വെച്ച് ഒരു പ്രഹസനം നടത്തും, കുറേ ആപ്ലിക്കേഷൻ വാങ്ങിക്കും. അതല്ലാതെ ഇവിടെ പട്ടയത്തിൻ്റെ യാതൊരു പരിപാടികളും ഇവർ തരില്ല. ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഭൂമി കൈമാറിയിട്ടില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറിയാൽ മാത്രമാണ് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഓരോരുത്തർക്ക് പട്ടയം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആന കൊന്നാൽ അതൊരു വിഷയമില്ല. 10 ലക്ഷം രൂപ കൊടുക്കുന്നത്, അത് എന്തുമാത്രം ഒച്ചപ്പാടുണ്ടാക്കിയാലേ 10 ലക്ഷം. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. MACT കോടതി, അതായത് ആക്സിഡൻറ്റ് ക്ലെയിം പോലെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഈ വന്യമൃഗം ആളുകളെ കൊല്ലുന്നതിൻ്റെ കാര്യത്തിൽ. ഓരോ മനുഷ്യൻ്റെ ജീവിതം, അല്ല ചെറുപ്പം, പ്രായം, അവനാണ് കുടുംബം, അതൊക്കെ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ് ആക്സിഡൻറ്റ് ക്ലെയിം. അത് MACT പോലെ തന്നെ ഓരോ ക്ലെയിമും ഇവിടെ ഉണ്ടാകണം. അതായത് ഈ വന്യമൃഗം ആളുകളെ കൊല്ലുന്നത്, അതാണ് ഏറ്റവും വലിയ. നിയമത്തിൻ്റെ അകത്ത് ഭയങ്കരമായ മാറ്റം വരുത്തേണ്ടതുണ്ട്. നിയമം വെച്ചിട്ട് കോടതി അതനുസരിച്ച് ചെയ്യും. ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കാർബൺ ഫണ്ട് കോടികൾ വേണം ഇവിടെ വരുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കണക്ക് കൂട്ടുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വീതം വെച്ചെടുക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ വീതം വെച്ചെടുക്കുന്നു. ആരാണ് കാർബൺ ഫണ്ട് എന്ന് വെച്ചാൽ, അതായത് ഹരിതകം ഇവിടെ നിർമ്മിക്കുന്നത് ഇവിടുത്തെ കൃഷിക്കാരനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 24% വനം ഉണ്ടായിരുന്നത് ഇപ്പോൾ 29.5% വനമുണ്ട് കേരളത്തിൽ. അത് 33% ആക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സ്ഥലം, 54% ഹരിതകം നിൽക്കുന്ന സ്ഥലമാണ് കേരളം. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാത്രമേ വനമില്ലാതുള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ പോയപ്പോൾ അവിടെയും ശരിക്കും മരമൊക്കെ വെച്ച ആൾക്കാർ, കൃഷിക്കാരൻ സംരക്ഷിക്കുന്നുണ്ട്. വനം ഹരിതകം ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന നമ്മളോട് ചെറുപ്പം പോലെ 1ാം ക്ലാസ്സിലും അതിന് താഴെയും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഓക്സിജൻ മുഴുവൻ വരുന്നത് മരത്തിൽ നിന്നാണ്. ഓക്സിജൻ വെറും 10% മാത്രമാണ് ഹരിതകത്തിൽ നമുക്ക് കിട്ടുന്നത്. ബാക്കി 90% കടലിൽ നിന്നാണ് ഓക്സിജൻ മനുഷ്യന്. വനമില്ലാത്തടത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ മഴ പെയ്യരുതല്ലോ. കടലിൽ മഴ പെയ്യുന്നുണ്ട്, മരുഭൂമി മഴ പെയ്യുന്നുണ്ട്. ഇതൊക്കെ ശാസ്ത്രീയമായി മനുഷ്യനെ വട്ടം കറക്കുന്ന രീതിയിലുള്ള പഠനങ്ങളും ക്രമീകരണങ്ങളും നടത്തിയ ആളുകളെ ഒരു സൈസ് വിട്ടികളാക്കുകയാണ്. ഇതിനെ എതിർക്കാൻ ആരുമില്ല, പ്രത്യേകിച്ചും മലയാളികൾ. മറ്റുള്ള സ്റ്റേറ്റിലാണെങ്കിൽ ഒരു ആന ഒരാളെ ഓടിച്ചാൽ, കടുവ ഓടിച്ചാൽ ആ പഞ്ചായത്തിലുള്ള ആ ജില്ലയിലുള്ളവർ ഒന്നിച്ചു കൂടും. നമ്മുടെ മലയാളിക്ക് ഞാനും എൻ്റെ കുടുംബം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടങ്ങളിൽ ഇതുപോലുള്ള സ്ഥലത്തും അത് തന്നെ ഉണ്ടാകുന്നത്.
അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. എതിർക്കുക എന്ന് പറഞ്ഞാൽ നിയമം പേടിപ്പിക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. നിയമം നമ്മൾക്കെതിരെയല്ല, മനുഷ്യനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ബാക്കി ഒരു വസ്തുവിനല്ല, മനുഷ്യന് ഒന്നാം സ്ഥാനം കൊടുക്കുക. മൃഗത്തിനൊക്കെ അത് കഴിഞ്ഞ് 4, 5, 6 സ്ഥാനത്ത് കൊടുത്താൽ മതി. അതാണ് ചെയ്യേണ്ടത്. വന്യജീവികളെ യഥേഷ്ടം നാട്ടിലൂടെ വിഹരിക്കാൻ അനുവദിച്ചും കാടിനുള്ളിലെ സ്വാഭാവിക അന്തരീക്ഷം ഇല്ലാതാക്കിയും ഇവിടെ ആരോ മനഃപൂർവ്വം കളി നിയന്ത്രിക്കുന്നതായി നമുക്ക് തോന്നാം. വനവിസ്തൃതി വ്യാപിപ്പിക്കുവാൻ ഇതിലും നല്ല മറ്റെന്ത് മാർഗമാണുള്ളത്? കാട്ടുപന്നിയുടെയും കുരങ്ങിന്റെയും ആനയുടെയും ശല്യമൂത്ത നാട്ടുകാർ സ്വാഭാവികമായി ഒഴിഞ്ഞു പോവുകയും അതിസാധാരണമായി കാടിന്റെ വനവിസ്തൃതി വർദ്ധിക്കുകയും ചെയ്യും. ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയവും തോന്നാത്ത രീതിയിൽ നാട്ടുകാരെ കുടിയിറക്കുകയും ചെയ്യാം. കഴിഞ്ഞ ഏതാണ്ട് 6 മാസത്തിനുള്ളിൽ എത്രയോ ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. പ്രത്യേകിച്ചും ഈ കോതമംഗലം പ്രദേശത്ത് 3 ജീവനുകളാണ് പൊലിഞ്ഞു തീർന്നത്. കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ 910 ജീവനുകളാണ് നമ്മുടെ ഈ ആർഷഭാരത സംസ്കാരത്തിന്റെ ദാർശനികത ഉയർത്തുന്ന സമത്വസുന്ദര കേരളത്തിൽ പൊലിഞ്ഞു തീർന്നത് എന്ന് പറയുമ്പോൾ അവിടെ അതിശയോക്തിയുടെ ലാഞ്ചനയില്ല. ആകുലത തളം കെട്ടി നിൽക്കുന്ന സാഹചര്യമെന്ന് ഞാൻ സൂചിപ്പിച്ചു. കാരണം മനുഷ്യനിവിടെ സ്വൈര്യമായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നില്ല. ജീവിക്കണം, ജീവിക്കുവാൻ അനുവദിക്കണം. അത് പലരും പല അവസരങ്ങളിലും നമ്മെ അനുവദിക്കുന്നില്ല എന്നത് ആകുലതയ്ക്ക് മാറ്റുകൂട്ടുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും വനം വകുപ്പ് ക്രൂരമായിട്ട് പെരുമാറുന്നു. വനം ഭേദഗതി നിയമങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. മീൻ പിടിക്കുവാൻ പോയിട്ടുണ്ടെങ്കിൽ അവനെതിരെ കേസെടുക്കും. നടന്നു നീങ്ങുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും അവിടെ എങ്ങാനും പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ നടന്നു പോകുന്നവന്റെ പേരിൽ കേസെടുക്കും. തീർന്നില്ല, അവനെ കൊണ്ടുപോയി ഇടിച്ച് ചതച്ചിഞ്ചിഞ്ചാക്കി അവനെ കൊല്ലാക്കൊല ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞ് ജീവച്ഛവമായിട്ട് ജീവിക്കുന്ന ആളുകളെയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 8 വർഷത്തിനിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 910 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായത്. വന്യജീവികളുടെ വന്യശല്യം മൂലം പൊറുതിമുട്ടി അനാഥത്തിൽ ഗ്രാമങ്ങൾ ഇന്ന് കഴിയുകയാണ്. ഇക്കാലയളവിൽ 55,839 വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായെന്നും വനം വകുപ്പിന്റെ കണക്കിലുണ്ട്. സംരക്ഷണമേകേണ്ടവർ സംഹാരകരായിട്ട് മാറുന്നു. അതാണ് ഇന്നിവിടെ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. വനം വകുപ്പിനെ അഴിഞ്ഞാടാനായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു. അവർക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരവും അവകാശവും നൽകിക്കൊണ്ട് നമ്മളെയൊക്കെ വെറും പുല്ലിനുമേൽ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പരിത്യക്തരായിട്ട് വഴിയോരത്തേക്ക് ഇറക്കി വിടുന്ന ആ നാട്ടിൽ നിന്നും ഇറങ്ങുവാൻ നമ്മെ നിർബന്ധിക്കുന്ന ഈ നിയമ നടപടികൾ ഭേദഗതി ചെയ്യുവാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള പുതിയ ഈ നവംബർ മാസം 1-ാം തീയതി മുന്നോട്ട് വെച്ച ആ നിയമ സംഹിതകൾ ഇനി പ്രാബല്യത്തിൽ ആക്കരുത് എന്നുള്ള ഒത്താശയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. 2016-നും 2023-നും ഇടയിൽ, അതായത് 1-ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ 909 പേർ കൊല്ലപ്പെട്ടു. 55,839 വന്യജീവി ആക്രമണങ്ങൾ. 7,492 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പലരും സാധാരണ ജീവിതത്തിലേക്ക് ഇതുവരെ തിരികെ വന്നിട്ടില്ല. കൊല്ലപ്പെട്ട 909 പേരിൽ നഷ്ടപരിഹാരം ലഭിച്ചത് 706 പേർക്ക് മാത്രമാണ്. ദിവസവും ഏക്കർ കണക്കിന് കൃഷിഭൂമികൾ നശിപ്പിക്കപ്പെടുന്നു. കർഷകരുടെ ഉപജീവന മാർഗം ഇല്ലാതാകുന്നു. ആളുകൾ സംസാരിക്കുന്നു, അങ്ങനെയുള്ള ഏജൻസികൾ, അതായത് കുറേ ഈ കപട പ്രകൃതി സ്നേഹികളുണ്ട്, അതുപോലെ കപട മനുഷ്യസ്നേഹികളല്ല മൃഗസ്നേഹികൾ. അവരുടെ എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്നുകൊണ്ടാക്കിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇത് ഇവിടെ നടപ്പാക്കുകയും ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നത്. പക്ഷേ ആക്ച്വൽ സിറ്റുവേഷൻ അറിയാത്ത ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളിവിടെ ഈ ആളുകളോടൊപ്പം ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള കർഷകരോടൊപ്പം ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കിതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. അതുകൊണ്ടാണ് ഞങ്ങളെന്നും ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത്. എൽദോസിന്റെ മരണം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? സംരക്ഷിക്കേണ്ടവർ സംഹാരരാകുമ്പോൾ ജനം തെരുവിലിറങ്ങേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, ഇന്നലെ കോതമംഗലം പ്രദേശത്തുള്ള കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഉരുളൻ തണ്ണി എന്ന പ്രദേശത്ത് എൽദോസ് എന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പകലന്തിയോളം പണി ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങവേ ബസ് ഇറങ്ങി നടന്നു പോകവേ കാട്ടാനയുടെ
കിരാതമായ ആക്രമണമേറ്റ് ചവിട്ടിക്കൊല്ലപ്പെട്ടു എന്നത് കേരളത്തെ ആകമാനം ദുഃഖത്തിലാക്കി ഞെട്ടിച്ചു കളഞ്ഞൊരു വാർത്തയായിരുന്നു. കാലങ്ങളായി കത്തോലിക്ക കോൺഗ്രസ് കേരള സർക്കാരിനോടും വനം വകുപ്പിനോടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ സ്വൈര്യത്തോടെ ജീവിക്കുവാൻ വനം വന്യവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിച്ച് വന്യജീവി ആക്രമണത്തിന് അറുതി വരുത്തണമെന്നുള്ളത്. എന്നാൽ സാധാരണക്കാരുടെ ഈ ആവശ്യം ഞങ്ങൾ എത്ര തവണ ഉയർത്തിയിട്ടും അതൊക്കെ വനരോധനമായി അവശേഷിച്ചതേ ഉള്ളൂ എന്ന് തുടർക്കഥയാകുന്ന ഈ വന്യജീവി ആക്രമണങ്ങൾ തെളിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഒരു വനത്തിൽ കയറി വന്യജീവിയെ ആക്രമിച്ച ഒരു സഹോദരനല്ല ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പകലന്തിയോളം അന്നു വേണ്ടുന്ന അപ്പത്തിന് വേണ്ടി നെറ്റിയിലെ വിയർപ്പൊഴുക്കി പണിയെടുത്ത് വൈകുന്നേരം വീട്ടിലേക്ക് നടന്നു പോയ മനുഷ്യനെ ജനവാസ കേന്ദ്രത്തിൽ വെച്ചാണ് ഈ കാട്ടുമൃഗം ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നത്? അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ പാവപ്പെട്ട സാധാരണക്കാരനായ പൗരന്മാരുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളൊക്കെ എന്ത് ഭരണമാണ് നടത്തുന്നത്? സാധാരണക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? വനം വകുപ്പ് മൃഗവകുപ്പായി മാറിയിരിക്കുകയാണ്. ജനജീവിതത്തിന് സംരക്ഷണം കൊടുക്കേണ്ടവർ മൃഗസംരക്ഷണ വകുപ്പായി മാറിയിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും. ഞങ്ങളാരും വന്യജീവികൾക്കോ വനത്തിനോ എതിരല്ല. പക്ഷേ ജനവാസ കേന്ദ്രങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് സ്വൈര്യമായി ജീവിക്കുവാനുള്ള അവസ്ഥ ഇവിടെ സംജാതമാക്കണം. ഈ കുട്ടമ്പുഴ പ്രദേശത്ത് ഫെൻസിങ് നടപ്പിലാക്കണമെന്ന് ആ പ്രദേശവാസികൾ എത്രയോ തവണ സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ്. അത് ചെവിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരിതമുണ്ടാകുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യജീവനും ഇവിടെ പൊലിയുമ്പോഴും സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ് ഇവിടെ വെളിച്ചത്ത് വരുന്നത്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയോട് ഞാനടക്കമുള്ള കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് നിവേദനം നൽകുകയും ആവശ്യപ്പെടുകയും അദ്ദേഹം ക്രിയാത്മകമായി പ്രതികരിക്കാമെന്ന് വാക്ക് തരികയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ വാക്കുകളൊക്കെ നിഷ്പ്രദമായി പോയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിനോട് എനിക്ക് പറയുവാനുള്ളത്, ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങേക്ക് ഈ വകുപ്പ് ഫലപ്രദമായിട്ട് ഭരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങ് രാജിവെച്ചൊഴിഞ്ഞ് മറ്റൊരു ആളെ അവിടെ ഇരുത്തുകയാണ് വേണ്ടത്. അങ്ങേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ വനം വകുപ്പ് മന്ത്രിയായിട്ട് തുടരുന്നത്? സാധാരണക്കാരന് വേണ്ടി നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് ആവശ്യപ്പെടുവാനുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള ധാർഷ്ട്യപരമായ നിലപാടുകൾ തുടർന്ന് ജനജീവിതത്തെ പന്താടുവാനാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ കേരളം ഒട്ടാകെ വലിയ പ്രക്ഷോഭത്തിന് നിങ്ങൾ സാക്ഷികളാകേണ്ടി വരും. കത്തോലിക്ക കോൺഗ്രസിന് സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് ഈ പ്രശ്നം അവതരിപ്പിക്കുവാനും ജനത്തെ ബോധവൽക്കരിക്കുവാനും സർക്കാരിനെതിരെ കൃത്യമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാനും സാധിക്കുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ അതിശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. പ്രതിഷേധിക്കുന്നവരെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന നിയമ ഭേദഗതികളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. വനനിയമ ഭേദഗതിയിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് എന്ന ഭാഗത്തെ 4-ാം ഖണ്ഡിക വ്യക്തമായി വായിച്ചാൽ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. കേരള വനനിയമം 63-ാം വകുപ്പിലെ നിയമ ഭേദഗതി ഇങ്ങനെയാണ്: വിദൂര വനമേഖലകളിൽ സംരക്ഷിത ജീവനക്കാർക്ക് സംഘടിത ആക്രമണങ്ങൾ ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നു. ഭൂരിഭാഗം നിയമലംഘനങ്ങളും നടക്കുന്നത് കാടുകളിൽ ആയതിനാൽ മജിസ്ട്രേറ്റിന്റെയോ മേലുദ്യോഗസ്ഥരുടെയോ ഉത്തരവുകൾക്കായി കാത്തു കിടക്കേണ്ടി വരുമ്പോഴേക്കും കുറ്റവാളി രക്ഷപ്പെട്ടേക്കാം. പുതിയ നിയമ ഭേദഗതിയോടെ കുറ്റവാളിയെ ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുവാൻ ഉദ്യോഗസ്ഥർക്ക് അനുവാദം നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും നിയമപ്രശ്നങ്ങളും മറികടക്കുവാൻ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അനുവാദം കിട്ടിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ചട്ടപ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അയാളുടെ ഫാമിലി മെമ്പറുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ലൊക്കാലിറ്റിയിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട മറ്റൊരാളുടെ സാന്നിധ്യത്തിലായിരിക്കണം. അറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുകയും വേണം. എന്നാൽ സുപ്രീം കോടതിയുടെ ഈ പ്രൊസീജിയർ പോലും ഇല്ലാതെ കുറ്റവാളിയെന്ന് മുദ്ര ചെയ്യപ്പെടുന്ന വ്യക്തിയെ ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാം. ഇതെന്ത് കാടൻ നിയമമാണ്?
വനപാലകർക്ക് ഈ അധികാരം കൈമാറിയതിന് പിന്നിലെ ഗൂഢലക്ഷ്യമെന്താണ്? വന നിയമത്തിൻ്റെ പരിഷ്കരണ ബില്ല് 2024 ഈ ബില്ല് നവംബർ 1 ഗസറ്റിൽ പരസ്യം ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ്. ഈ കരട് വിജ്ഞാപനം വായിക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റം ദുഃഖവും നിരാശയും തോന്നുന്ന രീതിയിലാണ് ഇതിലെ നിയമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ അപലപനീയമായ കാര്യം. ഇവിടുത്തെ മലയോര ജനത വനം ഉദ്യോഗസ്ഥരെ കൊണ്ട്, അതുപോലെ തന്നെ വനവുമായി ബന്ധപ്പെട്ട കിരാത നിയമങ്ങളെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. കർഷകൻ്റെ കൃഷിഭൂമിയെ ബഫർ സോണാക്കി മാറ്റുക, അതിനുശേഷം അതിനെ വനഭൂമിയാക്കി മാറ്റുക, അതിലൂടെ വനാതിർത്തി വർദ്ധിപ്പിച്ചു എന്ന അവകാശവാദമുണ്ടാക്കി കാർബൺ ഫണ്ട് സ്വരൂപിക്കുക, ഇതൊക്കെയാണ് നാളിതുവരെയും ഇവിടെ നടന്നുകൊണ്ടിരുന്ന വിഷയങ്ങൾ. വീണ്ടും വീണ്ടും വനം വകുപ്പിനെക്കുറിച്ച്, വനം വകുപ്പിൻ്റെ കൃത്യവിലോപത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തര കൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ് ഇതിൽ വനപാലകരായ ഉദ്യോഗസ്ഥർ എഴുതി ചേർത്തിരിക്കുന്നത്. ഇവിടെ ജനാധിപത്യമാണോ ഉദ്യോഗസ്ഥ ആധിപത്യമാണോ നടപ്പിലായിരിക്കുന്നത് എന്ന് സംശയം തോന്നത്തക്ക രീതിയിലാണ്. ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കാനോ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിയാനോ ഉള്ള ഒരു നീക്കവും ഇവിടെ നടന്നിട്ടില്ല. നമുക്കറിയാം, ഇതിൻ്റെ ഈ കരട് വിജ്ഞാപനത്തിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർക്ക് പോലും കേരളത്തിലെ ഏതൊരു വ്യക്തിയെയും എവിടെ വെച്ചും അറസ്റ്റ് ചെയ്ത് കാരണം കൂടാതെ കാണിക്കാതെ അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ കൊണ്ടുപോകാനും കസ്റ്റഡിയിൽ വയ്ക്കാനും ചോദ്യം ചെയ്യാനും എന്നേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അത് പലപ്പോഴും ചോദ്യം ചെയ്യലല്ല, ഭേദ്യം ചെയ്യലാണ്. വനം വകുപ്പിൻ്റെ കിരാതമായ നടപടിക്രമങ്ങളിലൂടെ ജീവഹാനി സംഭവിച്ച മനുഷ്യരുടെ എണ്ണത്തെക്കുറിച്ച് എങ്കിലും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ചിന്തിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ വനം വകുപ്പിനെ കയറൂരി വിടുമ്പോൾ ഇന്നാട്ടിലെ പോലീസും അതുപോലെയുള്ള നിയമ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി വനത്തിനുള്ളിൽ മാത്രം അധികാരമുണ്ടായിരുന്ന വനപാലകർക്ക് നാട്ടിൽ സകലരുടെയും മേൽ കുതിര കയറുന്നതിനുള്ള ലൈസൻസാണ് ഈ വിജ്ഞാപനത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട മന്ത്രി വായിച്ചറിഞ്ഞിട്ടാണോ ഇത് പ്രസിദ്ധം ചെയ്യാൻ അനുവദിച്ചത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ജനപ്രതിനിധികളായ പലരോടും ഈ വിഷയം സംസാരിച്ചപ്പോൾ അവരാരും ഈ വിഷയം അറിയുന്നില്ല. ഇത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ജനത്തിന് വേണ്ടി നിയമം നിർമ്മിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും അറിയാതെ ഉദ്യോഗസ്ഥരുടെ ഇഷ്ടങ്ങൾ മാത്രം ഇങ്ങനെ ഒളിച്ചു കടത്തുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയയാണ്. ഭരണഘടന ഇവിടുത്തെ പൗരന് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 21 ആ സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള ബോധപൂർവമായ കടന്നുകയറ്റമാണ്. പ്രത്യക്ഷത്തിൽ തന്നെ ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളോടും മന്ത്രിമാരോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കാട്ടാള നിയമം ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം എന്ന് മാത്രമല്ല, ഈ നിയമങ്ങൾ അടിയന്തരമായി പിൻവലിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും വികാരങ്ങളും കർഷകർ അനുഭവിക്കുന്ന കഷ്ടതകളും മനസ്സിലാക്കിക്കൊണ്ട് പുതിയ നിയമ സംവിധാനം രൂപപ്പെടുത്തണം. അതിനുള്ള സത്വര നടപടികൾ ഉണ്ടാകണം. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ നിയമം ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ തള്ളിക്കളയുകയും ജനപക്ഷത്ത് നിന്നുകൊണ്ട് കർഷകരെ ദ്രോഹിക്കാത്ത നിയമങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം. കർഷകർ ആകെ രോഷത്തിലാണ്. വനം വകുപ്പിൻ്റെ ഉദാസീനത കൊണ്ട് ജീവഹാനിയും സർവനാശവും സംഭവിച്ച കർഷകരെ ഇനിയും പീഡിപ്പിക്കുന്ന രീതിയിൽ നിയമങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമാണ്. ഇതിനെതിരെ കർഷകർ ഒറ്റക്കെട്ടായി അണിനിരക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.
ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാറ് ഞങ്ങളോട് വിശദമായി സംസാരിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ്. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷമാണ് ഇപ്രകാരം ഒരു നിയമവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് എന്ത് അവസ്ഥയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. കർഷകനെ ദ്രോഹിക്കാൻ ഇങ്ങനെ ഉദ്യോഗസ്ഥരെ കയറൂരി വിടുന്ന, സർവ്വ അധികാരങ്ങളും അവർക്ക് വിട്ടുകൊടുക്കുന്ന ഈ വ്യവസ്ഥിതി തിരുത്തി എഴുതപ്പെട്ടേ പറ്റൂ. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ പൊള്ളയായ വാഗ്ദാനങ്ങൾക്കപ്പുറം ഇവരെന്താണ് ചെയ്യുന്നത്? എൽദോസ് കൊല്ലപ്പെട്ട സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും ഉണ്ടായിരുന്നു. കാടിനുള്ളിൽ ഭക്ഷ്യസമ്പത്ത് കൂട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വനപാലകർ മൃഗപാലകരായി നാട്ടിലിറങ്ങുവാൻ മൃഗങ്ങൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ ജനങ്ങളെ കുടിയിറക്കുമ്പോൾ അവർ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൂടി നിങ്ങൾ പറയണം. നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ഇന്റർനാഷണൽ കാർബൺ മാർക്കറ്റ് ആയിരുന്നു. അന്താരാഷ്ട്ര താൽപര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഛിന്നഭിന്നമാക്കുന്നത് സാധാരണക്കാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. നിറയെ സ്വപ്നങ്ങളുമായി എൽദോസ് കയ്യിൽ കരുതിയിരുന്ന ക്രിസ്തുമസ് കേക്കും നക്ഷത്രവും അനാഥമാവുകയാണ്. ഉദ്യോഗസ്ഥരെ കണ്ണു തുറപ്പിക്കുവാൻ ഈ നക്ഷത്രം പ്രതീക്ഷയുടെ തിരുനാളമാകട്ടെ. ഇനി ആരുടെ ജീവിതവും വന്യജീവി ആക്രമണത്താൽ ചിതറിത്തെറിക്കാതിരിക്കട്ടെ.